ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 2 മുട്ട എടുത്ത് വെക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള അരമുറി തേങ്ങ ചിരകിയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ വലിയ ജീരകവും 3 പച്ചമുളകും 1 ഉള്ളിയുടെ പകുതിയും 1 തക്കാളിയും പിന്നെ പച്ചമാങ്ങ ഒരു 4 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കറിവേപ്പിലയും വേണം. ഇതൊക്കെയാണ് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുക്കാം. അതിലോട്ട് നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു തക്കാളി 4ആയിട്ട് മുറിച്ചിട്ട് ഈ മിക്സിയിലോട്ട് ഇടാം. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്നും മുതിയണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാവണം കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് ഈ തക്കാളിയുടെ കഷ്ണങ്ങൾ നമുക്ക് കാണണം. അങ്ങനത്തെ പരുവത്തിൽ നമുക്ക് അടിച്ചെടുക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കണം. അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉള്ളിയുടെ പകുതി നമുക്ക് ഇതിലോട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ലൂസാക്കിയിട്ട് ഇതിനകത്തേക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കാം. ഞാൻ എൻ്റെ ആവശ്യാനുസരണം ഇവിടെ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ലൂസാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി വന്ന ഉള്ളിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത മാങ്ങ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തിളക്കുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാനുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് മുട്ടയാണ്. മുട്ട പൊട്ടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഞാൻ ഇവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ശേഷം ആ മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്കിത് സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞങ്ങൾ സ്പീഡിൽ ഇളക്കരുത്, മെല്ലെ മാത്രം ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മെല്ലെ മാത്രം ഇളക്കുക, സ്പീഡിൽ ഇളക്കരുത് കേട്ടോ. സ്പീഡിൽ അടിച്ചാൽ മുട്ട ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൻ അടിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ.